ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവരുടെ അൽ കലിമു ത്വയ്യിബ് ഓഡിയോ നമ്പർ 8. ഇന്ന് ചർച്ച ചെയ്യുന്നത് അടുത്ത അധ്യായം ഫി ഫദ്ലിൽ ഇബാദത്തി ബില്ലൈൽ, രാത്രിയിലെ ആരാധനയുടെ ശ്രേഷ്ഠത സംബന്ധിച്ച്. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി, ഫദ്ല് ശ്രേഷ്ഠത, ഇബാദത്ത് ആരാധന. ആദ്യം കൊടുത്തിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിൽ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു തആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പിട്ട് മൂടിയവനെ. മുസമ്മിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഖും, എണീക്കൂ, അല്ലെങ്കിൽ എണീറ്റ് നിസ്കരിക്കൂ, അല്ലയില്ല രാത്രിയിൽ, ഇല്ലാ ഖലീലൻ, അല്പസമയം ഒഴിച്ച്, നിസ്ഫഹു, അതായത് അതിൻ്റെ പകുതി, രാത്രിയുടെ പകുതി തഹജ്ജുദ് നിസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ നിർവഹിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവ ഇൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചോളൂ, അതായത് അല്പം കുറച്ചിട്ട്, പകുതിയിൽ നിന്ന് അല്പം കുറവ്. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ അതിൽ അല്പം കൂട്ടിക്കോളൂ. വറത്തിലിൽ ഖുർആൻ, നിർത്തി സാവകാശം ഓതുക, തർത്തീലായിട്ട്, കാരണം നിർത്തി ഭംഗിയായിട്ട് ഓതുക. ഇന്നാ സനുൽഖി അലൈക, ഇന്നാ നിശ്ചയം നാം, സനുൽഖി നിശ്ചയം നാം ഇട്ടു തരുന്നതാണ്, അലൈക താങ്കൾക്ക് മേൽ, ഖൗലൻ സഖീല ഭാരമേറിയ വചനം. അതായത് വലിയ ഉത്തരവാദിത്തം വരാൻ പോവുകയാണ്. വഹ്യ് വരുന്നു, തുടർച്ചയായിട്ട് വഹ്യ് വന്നുകൊണ്ടിരിക്കും. ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കത്തിൽ അവതരിച്ചിട്ടുള്ള ആയത്തുകളിൽപ്പെട്ടതാണ് ഇത്. ആദ്യത്തെ നമുക്കറിയാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ തുടർന്ന് വന്നിട്ടുള്ള സൂക്തങ്ങളിൽപ്പെട്ട സൂക്തങ്ങളാണ്. അപ്പോൾ ഇനി കുറേ അധികം ഭാരപ്പെട്ട സന്ദേശങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയാണ് എന്ത്, രാത്രി ധാരാളം സമയം നിസ്കാരത്തിലായിട്ട് കഴിഞ്ഞുവിടാൻ, ഇബാദത്തിലായിട്ട് കഴിഞ്ഞുവിടാൻ. അത് ആത്മനിയന്ത്രണത്തിന്, അതേപോലെ ഉന്മേഷം ഉണ്ടാകുന്നതിന് ഒക്കെ സഹായിക്കും, ഉത്തരവാദിത്വ പൂർത്തീകരണത്തിനൊക്കെ സഹായിക്കും, അതിന് ഉതകും എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ്, രാത്രിയിലെ ഇബാദത്ത് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു ഉന്മേഷം പകരും, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ നമ്മെ പ്രാപ്തമാക്കും എന്നതാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു മറ്റൊരു ആയത്ത്, സൂറത്തുൽ ഇസ്രായിൽ 79-ാമത്തെ ആയത്ത് കാണാം. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. വമിനൽ ലൈലി, രാത്രിയിൽ നിന്ന്, ഫതഹജ്ജദ് ബിഹി, താങ്കൾ തഹജ്ജുദ് നിസ്കരിക്കുക, നാഫിലതൻ ലക, താങ്കൾക്ക് മാത്രമായിട്ട്, താങ്കൾക്ക് പ്രത്യേകമായിട്ട്, അധികമായിട്ട് എന്നാണ് പറഞ്ഞാൽ, ഉമ്മത്തിനില്ലാതെ താങ്കൾക്ക് ഇതൊരു അധിക ബാധ്യതയാണ്. 5 നേരത്തെ നിസ്കാരമാണല്ലോ ഫർളായിട്ടുള്ളത്, നിർബന്ധമായിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നമസ്കാരം ഒരു അധിക ബാധ്യതയാണ്, അധികമായിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യത ആണ്. ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ലെങ്കിലും ഇത് സുന്നത്താണ്, ഐച്ഛികമായിട്ടുള്ള നല്ല ഒരു കർമ്മമാണ്. റബ്ബുക, താങ്കളുടെ റബ്ബ് താങ്കളെ നിയോഗിച്ചേക്കാം, മഖാമം മഹ്മൂദായിട്ടുള്ള, അതായത് സ്തുതിക്കപ്പെടുന്ന ഒരു മഖാമിലേക്ക്, സ്ഥാനത്തേക്ക്, മഖാമും മഹ്മൂദിലേക്ക്. അപ്പോൾ താങ്കൾക്ക് ഉന്നതമായ പദവി അള്ളാഹു നൽകും എന്നതാണ്.
തഹജ്ജുദ് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തു ദഹ്റിൽ 26-ാമത്തെ ആയത്തിൽ, وَمِنَ اللَّيْلِ فَاسْجُدْ لَهُ وَسَبِّحْهُ لَيْلًا طَوِيلًا. وَمِنَ اللَّيْلِ രാത്രിയിൽ നിന്ന്, ഫസ്ജുദ് ലഹു അള്ളാഹുവിന്, അവന് അതായത് അള്ളാഹുവിന് താങ്കൾ സുജൂദ് ചെയ്യുക, വസബ്ബിഹ്ഹു ലൈലൻ തവീല ദീർഘമായ രാത്രി അല്ലെങ്കിൽ രാത്രിയിൽ ദീർഘമായിട്ട് താങ്കൾ അവനെ തസ്ബീഹ് ചൊല്ലുക, അവനെ പ്രകീർത്തിക്കുക, നിസ്കരിക്കുക എന്നതാണ്. വഫി സ്വഹീഹൈൻ, സ്വഹീഹൈനിലുണ്ട്, അതായത് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട് ഒരു ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനമാണ്. യൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ. യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങും, കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ഇല സമാഇ ദുനിയാ, ദുനിയാവിലെ ആകാശത്തേക്ക്, അതായത് ഒന്നാം ആകാശത്തിലേക്ക്. 7 ആകാശങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നാം ആകാശമാണ് സമാ ദുനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീന യബ്ക, യബ്ക സുലുസുൽ ലൈലി അൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സമയത്ത്, അവസാനത്തെ 1/3 ആകുന്ന സമയത്ത്. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഉനി, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, ഫഅസ്തജീബു ലഹു, അവൻ ഞാൻ ഉത്തരം നൽകാം. വമൻ യസ്അലുനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഫഉതിഹു, അവൻ ഞാൻ നൽകാം. വമൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ തേടാൻ, പാപമോചനം തേടാൻ, ഫഗ്ഫിർ ലഹു, അവൻ ഞാൻ പുറത്തു കൊടുക്കും എന്ന്. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങുക, അള്ളാഹു നുസൂൽ എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളത് അതേപടി വിശ്വസിക്കുക. അതൊന്നും കൈഫിയത്തൊന്നും നമുക്കറിയില്ല. അത് നമ്മൾ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യമില്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നുസൂൽ തന്നെ മനസ്സിലാക്കുക. അടുത്തൊരു ഹദീസ് കാണാം. വഅൻ അംർ ഇബ്നു അബസ അൻഹു സമിഅ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു എന്ന് അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. അഖ്റബു, ഏറ്റവും അടുത്ത്, മാ യകൂനു റബ്ബു മിനൽ അബ്ദ്, റബ്ബ് അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസനോട് ഏറ്റവും അടുക്കുന്ന സമയം, ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ യാമത്തിലാണ്, അവസാനത്തെ യാമത്തിലാണ്. ഫഇൻ ഇസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ, അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സഅ, ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ, അവനെ ദിക്ർ ചെയ്യുന്നവരിൽ, അവനെ നിസ്കരിക്കുന്നവരിൽ, തസ്ബീഹ് തഹ്ലീൽ ഇസ്തിഗ്ഫാർ ഒക്കെ ചെയ്യുന്നവരിൽ, അവന് ഇബാദത്ത് ചെയ്യുന്നവരിൽ പെട്ടുപോകാൻ, അവരുടെ കൂട്ടത്തിലാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, ഫക്കുൻ, അങ്ങനെയാകും, ആവൂ എന്ന് പറഞ്ഞാൽ എന്താ, ആ സമയത്ത് ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ആവാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ എന്നതാണ്. വഖാല ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്ന ഫിൽ ലൈലി ലസഅതൻ, നിശ്ചയം രാത്രിയിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അതിനോട് യോജിക്കുകയില്ല, യസ്അലുല്ലാഹ അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനോട് അവൻ ചോദിച്ചുകൊണ്ട്, ഖൈറൻ, നന്മ, മിൻ ഉമൂരി ദുനിയ വൽ ആഖിറത്തി, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങളിൽ, ഇല്ല അഅതാഹു ഇയ്യാഹു, അവന് അത് അള്ളാഹു നൽകിയിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരു സത്യവിശ്വാസി ദുനിയാവിൻ്റേതാവട്ടെ ആഖിറത്തിൻ്റെതാവട്ടെ ഏതേത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും ആ സമയത്തോട് യോജിച്ചു വന്നെങ്കിൽ, ആ സമയത്താണ് അത് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു അത് നൽകാതിരിക്കില്ല എന്നതാണ്. ഖറജഹു മുസ്ലിം, മുസ്ലിം പുറപ്പെടുവിച്ച ഹദീസാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സൂറത്ത് ആലി ഇംറാൻ 17-ാമത്തെ ആയത്ത്. അസ്ഹാർ എന്ന് പറഞ്ഞാൽ സുഹൂർ, സുഹൂറിൻ്റെ ടൈമാണ്, ഇടയത്താഴത്തിൻ്റെ സമയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പുള്ള സമയം, രാത്രിയുടെ 3-1 അതിൽ പെടും, അവസാനത്തെ യാമൊക്കെ. ആ സമയങ്ങളിൽ, സുഹൂർ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് പറഞ്ഞതാണ്. ഇനി ഒരു റിപ്പോർട്ട് കാണാം. വയുദ്കറു അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ,
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു, പരാമർശിക്കപ്പെടുന്നു. ഇവ യുദ്ക്കറു എന്ന് പറയുമ്പോൾ യുദ്ക്കറു യുക്കാലു എന്നൊക്കെ പറയുന്നത് അത് തംരീദിനെ സിയാകുന്നത്, സ്ഥിരപ്പെടാത്ത റിപ്പോർട്ട് പരാമർശിക്കുമ്പോൾ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പറയും. ഇത് സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല. ഉമിർന അൻ നസ്തഗ്ഫിറ, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉമിർന അൻ നസ്തഗ്ഫിറ, ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പാപമോചനം തേടാൻ. ബില്ലൈലി, രാത്രിയിൽ 70 ഇസ്തിഗ്ഫാറത്തൻ, 70 ഇസ്തിഗ്ഫാർ. അപ്പോൾ 70 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇത് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിലും നേരത്തെ പറഞ്ഞ ആയതുപോലെ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സുഹൂർ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് എന്ന് ഖുർആൻ വചനമുണ്ട്. അത് സ്ഥിരപ്പെട്ടതാണല്ലോ, അത് സംശയമില്ലല്ലോ. ഖുർആൻ വചനം പിന്നെ സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നുള്ള സംശയമില്ല, സ്ഥിരപ്പെട്ടതാണ്. പിന്നെ അത് കൂടാതെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70-100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ തേടിയിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇത് രണ്ടും ഇതൊക്കെ സംയോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിനൊരു അസുരുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആശയം വളരെ കൃത്യമാണ്. ആ ഇസ്തിഗ്ഫാർ തേടുന്ന ടൈം സുഹൂർ ടൈമിനാകുമ്പോൾ അത് കൂടുതൽ പ്രാധാന്യം അതിനുണ്ട്.